ശ്രീ ഉല്ലാസ് ബാബു, വലിയ മുന്നേറ്റം തന്നെയാണ് ബി ജെ പി ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഹരിയാനയിൽ ഹാട്രിക് വിജയത്തിനരികെ തന്നെ എത്തിയിരിക്കുന്നു. വ്യക്തമായ ലീഡ് നിലയിലൂടെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിലും താങ്കൾ ജനം ടി വിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധിച്ചതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവർ വിശ്വസിക്കുന്നു ഇത്തവണ ബി ജെ പിയെ അവർ മലർത്തിയടിക്കും എന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്നതാണ്. കർഷക സമരം ചൂണ്ടിക്കാട്ടി ഗുസ്തി താരങ്ങളെ മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾ, അതോടൊപ്പം സാമുദായിക ധ്രുവീകരണം കൂടി ലക്ഷ്യം വെച്ചു. പക്ഷേ അതെല്ലാം നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹരിയാനയിൽ. അല്ല, ഇതിനകത്ത് നമ്മൾ കാലത്തും സംസാരിച്ച കാര്യമാണ്. വളരെ കൃത്യമായിട്ട് ബി ജെ പി പറയുന്നു. ബി ജെ പി ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാലത്ത്. എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത്? 10 വർഷക്കാലം ബി ജെ പി അവിടെ ഭരിച്ചതാണ്. 10 വർഷക്കാലം ഭരിക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവരും പറയും ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. നോക്കൂ, ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന ഭരിക്കുന്ന സമയത്ത് ശ്രീ മനോഹർലാൽ ഖട്ടർജി ഭരിക്കുന്ന കാലഘട്ടത്തിൽ 2014 നമുക്കുണ്ടായിരുന്ന 47 സീറ്റാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ 50 സീറ്റുകളിലാണ്. അതിലൊരെണ്ണം വിജയിച്ചു, 49 എണ്ണത്തിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യം 10 വർഷക്കാലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നുണപ്രചരണങ്ങൾ ചെറിയതായിരുന്നു. കർഷകരെ മുന്നിൽ നിർത്തി, ഗുസ്തി താരങ്ങളെ മുന്നിൽ നിർത്തി, അഗ്നിവീർ പദ്ധതിയെ ചോദ്യചിഹ്നമാക്കി നിർത്തി. അങ്ങനെ എന്തെല്ലാം തരത്തിൽ ബി ജെ പി സർക്കാരിനെ തൊഴിലില്ലായ്മയുടെ വിഷയം പറഞ്ഞ ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി. നോക്കൂ, ഈ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനത്തിലും ഇതേപോലെ തന്നെ ഹരിയാന പോലെയുള്ള ഡൽഹിയോട് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇവർ കർഷകരെ തെരുവിലിറക്കിയത്. ആ കർഷക തെരുവിലിറക്കുന്ന സമയത്ത് ആൻറ്റി സോഷ്യൽ എലമെൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പോലും അതിനകത്ത് ഭാഗമാക്കി. അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തു. കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കി. കർഷകന്റെ വിളയെ ബാധിക്കുമെന്ന് പറഞ്ഞു. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചു. വിദേശത്ത് പോയി ഇന്ത്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ കോൺഗ്രസ് ഒറ്റയ്ക്കല്ലെന്ന്, കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണിയായി നിന്ന് നിരവധി ആളുകളുടെ സേവനം മേടിച്ച് ബി ജെ പിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ ജമ്മു കാശ്മീരിനകത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എത്രയാണ്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 11.66% ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ശരിയാണെങ്കിൽ. സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയപ്പെടുന്ന 6ആണ്. ഇതേപോലെ തന്നെ കോൺഗ്രസ് മുന്നിൽ വയ്ക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ബി ജെ പി വിരുദ്ധ ശക്തികളെന്നും പറഞ്ഞ് കിട്ടാവുന്ന ആളുകളെ മുഴുവൻ കൂട്ടുപിടിച്ച് ബി ജെ പിയെ നേരിടും. ബി ജെ പി ഒരാളെയല്ല നേരിടുന്നത്. ബി ജെ പി പ്രതിപക്ഷത്തിലിരിക്കുന്ന ഒരുപാട് പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബി ജെ പിയെ നേരിടുന്നത്. ബി ജെ പിക്ക് അത് പ്രതിസന്ധിയില്ല, പ്രശ്നവുമില്ല. പക്ഷെ ഞങ്ങളൊരു കാര്യം അന്നും ഇന്നും എന്നും പറയുന്നു, ഇവിടെ 10 വർഷക്കാലം ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിനോട് കൃത്യമായി പ്ലേസ് ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പാർട്ടി നേതൃത്വം ഹരിയാന പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അവരത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു. ആ നടപ്പിലാക്കിയതിൻ്റെ ഗുണം കിട്ടുന്നു. ഇപ്പോൾ പതുക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്ന സമയത്ത് പുതിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. ജനം ടി വിയിൽ തന്നെ നേരത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഒരു കോമഡി കേട്ടു. നമ്മളെന്താണ്, ചില സംശയങ്ങളുണ്ട്. അവർക്ക് സംശയം ഉണ്ടാകും. കാരണം അവർ തോൽക്കുമ്പോൾ സംശയമാണ്. അവർ ജയിക്കുന്നിടത്തൊക്കെ അവർക്ക് സംശയലേശമെന്നെ ആ സംവിധാനം കറക്റ്റുമാണ്. രാഷ്ട്രീയത്തിൽ വേണ്ടത് കൃത്യമായ നിലപാടും കൃത്യമായ നയവുമാണ്. കാലത്തൊരു നയം, ഉച്ചയ്ക്കൊരു നയം, വൈകുന്നേരം ഒരു നയമെന്ന് പറയപ്പെടുന്ന നിലപാടുമായി കോൺഗ്രസ് പാർട്ടികൾ ആർക്കും കയറി വരാവുന്നൊരു ഗൃഹമാക്കിയിട്ടുകൊണ്ട് അവരുടെ കുടുംബവാഴ്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ ചോദ്യചിഹ്നമാക്കി നിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ആ നുണപ്രചരണങ്ങളോടാണ് ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൻ്റെ ഗുണമാണ് ബി ജെ പിയുടെ വിജയമെന്ന് പറയും. ബി ജെ പി അവിടെ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. കോൺഗ്രസ് അതിൻ്റെ ആവശ്യം എന്താണ്? അധികാരം മാത്രമാണ്. അവരുടെ ആഗ്രഹവും അധികാരത്തിനോട് മാത്രമാണ്. ബി ജെ പി കൃത്യമായി പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളെ സെർവ് ചെയ്യൂ, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി അവരിലേക്ക് എത്തിക്കൂ. അവിടെ ഏതെല്ലാം തരത്തിൽ നുണപ്രചരണങ്ങളുണ്ടായും അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് നല്ലത് അതിൻ്റെ ഗുണഭോക്താക്കളെ, ലാഭാർത്ഥികളെ കാണാനാണ് പറഞ്ഞത്. ഈ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ എത്തിപ്പെടുന്ന വ്യക്തികളോട് അവർക്കത് കിട്ടിയത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് എന്ന ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് 10 വർഷം അധികാരത്തിലിരിക്കുന്ന സമയത്തല്ലേ എന്ന ഉത്തമ ബോധ്യം അവർക്ക്
നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആ ഗുണഭോക്താക്കളുടെ വോട്ടുകൾ നേടിയാൽ തന്നെ വിജയത്തിൻ്റെ പടി നമുക്ക് കയറാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന ആ രാഷ്ട്രീയമാണ് BJP അവിടെ നടപ്പിലാക്കിയത്. അതൊരു പരിധിവരെ വിജയിപ്പിച്ചു അല്ലെങ്കിൽ വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് റിസൾട്ടുകൾ ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇനി 2 മണിക്കൂറും കൂടിയാണ് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ ചിത്രം വരും. ഇപ്പോഴും മലയാളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന മറ്റു മാധ്യമങ്ങൾ കിടന്നിങ്ങനെ കരയുകയാണ്. എന്താ കരയുന്നത്? 2 അക്കത്തിൻ്റെ 4 പേരുണ്ട്, 3 അക്കത്തിൻ്റെ 4 പേരുണ്ട്, 5 അക്കത്തിൻ്റെ 2 പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനത്തിനോട് വിരോധവും കുശുമ്പും കുന്നായ്മയും ഉണ്ടെങ്കിൽ അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതേപോലെ തന്നെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട ദേശീയ മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ മാധ്യമങ്ങൾ കൃത്യമായ വിശകലനമുണ്ട്, BJP നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, BJPയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ച ശൈലിയുണ്ട്. കാശ്മീരിനകത്ത് ജമ്മു ആൻഡ് കാശ്മീരിനകത്ത് ജമ്മു മേഖലയും കാശ്മീർ മേഖലയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അവിടെ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയവാദം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃത്വം നടത്തുന്ന പ്രവർത്തനം നമുക്കറിയാം. അതിനെയും തരണം ചെയ്തുകൊണ്ടാണ് വോട്ട് ഷെയർ നല്ല വ്യത്യാസം BJP ഉണ്ടായിട്ടുള്ളത്. സീറ്റ് ഷെയറിലും വ്യത്യാസം ഉണ്ടാകുന്നു, വോട്ട് ഷെയറിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഭാവിയിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഈ സംസ്ഥാനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു നൂൽപ്പലകയാണ് ഇതൊക്കെ. ഇത് 100% നല്ലൊരു സൂചനയാണ്. ആ സൂചന പരിപൂർണമായി വിനിയോഗിക്കുക തന്നെ ചെയ്യും ഭാവിയിൽ വരുന്ന സർക്കാരുകൾ. ആരംഭിച്ചിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം വൈകിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിമർശനം. ഇനിയിപ്പോൾ നാടകം തുടരും. അപ്പോൾ അവരുടെ പിന്താങ്ങികളായിട്ടുള്ള കുറച്ച് മാധ്യമങ്ങൾ സംശയം ഉന്നയിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഒരു മലയാള മാധ്യമം കണ്ടപ്പോൾ അവിടെ സംശയം ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് ഇവരുടെ നയങ്ങളും നിലപാടുകളും നിലനിൽക്കാത്തതാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികാരം മാത്രം ആഗ്രഹിച്ച് എന്ത് സൂത്രപ്പണിക്കും അവർ നിന്ന് കൊടുക്കുകയല്ലേ. അപ്പോൾ അവർ ഇനി ഇങ്ങനെ യാത്ര തുടങ്ങും. ഇനി ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പോകും, ഓടിപ്പോയി കോടതിയുടെ മുന്നിലേക്ക് പോകും. ഇവർക്കിനി ഒരു ആശങ്ക ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? ഇത് അട്ടിമറിച്ചതാണ് എന്നൊരു ആരോപണം ഉണ്ടാക്കണം. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ ജയിക്കുന്ന സമയത്ത് ഇവർ അതിനെ അട്ടിമറി മാറ്റും. ഇവർ പരാജയപ്പെടുമ്പോൾ അത് അട്ടിമറിയാക്കി മാറ്റും. അവരെ സംബന്ധിച്ച് വോട്ടിംഗ് മെഷീനെ പഴിച്ച് ഇങ്ങനെ 19 കൊല്ലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തും മറ്റ് സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. അവരുടെ കൂട്ടാളികളെ കൂട്ടുപിടിച്ചാലും ഇത് തന്നെയായിരിക്കും ഗതി. അവർക്ക് ഇങ്ങനെ മെഷീനെയും സംവിധാനത്തിനെയും അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടെ വ്യത്യാസം വന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ അപ്പോഴേക്കും അവർക്ക് സംശയം തോന്നി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 3ാം തവണ മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന ഇവരുടെ ഈ സമകൂട്ട് മുന്നണി കുറച്ച് വോട്ട് ഷെയറിൻ്റെയും കുറച്ച് സീറ്റ് ഷെയറിൻ്റെയും വ്യത്യാസം വന്ന സമയത്ത് ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതിൻ്റെ തൊട്ട് തലേ ദിവസം ഇവിടെ ചർച്ച നടത്തിയത് എന്താണ്? എവിടെയോ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് 10 സീറ്റ് കിട്ടിയ സമയത്ത് ആ ഉരുണ്ടുകൂടുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഷൂന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയി. എവിടെയാണ് ഇവർ ഈ നാടകം കളിക്കുന്നത്? ആരോടാണ് ഇവരിത് പറയുന്നത്? ഇവർക്ക് നാണമില്ല ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട്? എന്നും ഇതന്നെ ആവർത്തിച്ച് ജനങ്ങൾ ആശങ്കയിലാണെന്ന്. ഒരു ജനവും ആശങ്കയില്ല. ജനം വോട്ട് ചെയ്യേണ്ടത് കൃത്യമായി വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തത് 2-2.5 മണിക്കൂറോടും കഴിഞ്ഞൊരു 3-4 റൗണ്ട് കൂടി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുണ്ട്. വോട്ടെണ്ണൽ കഴിയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായ റിസൾട്ട് വരും. അവിടെ BJP പൂർണ്ണമായിട്ടും സ്വീപ്പ് ചെയ്ത് പോകുമെന്നല്ല ഇവർ പറഞ്ഞു. പൂർണ്ണമായിട്ടും പരാജയപ്പെടുമെന്നാണ് ഇവർ പറഞ്ഞത്. എന്താണ് റിസൾട്ട് വരുന്നത്? BJP പൂർണ്ണമായി പരാജയപ്പെട്ടു. ജമ്മു കാശ്മീരിൽ BJP ഇല്ലാതായോ? ഹരിയാനയിൽ BJP ഇല്ലാതായോ? 10 വർഷക്കാലം BJP ഭരിച്ച ഹരിയാനയിൽ 3ാം തവണയും BJP അധികാരത്തിൻ്റെ കസാരയിലേക്ക് നടന്നു കയറുന്ന പല സൂചനകളല്ലേ വരുന്നത്. അപ്പോൾ ഇവർ ഈ പ്രീപോൾ എന്ന് പറയപ്പെടുന്നത് ഇവിടെ നടത്തിയ ചർച്ചകളൊക്കെ അത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാനുള്ള മിനിമം മാന്യമെങ്കിലും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പിന്താങ്ങികളായിട്ടുള്ള അടക്കള തിരങ്ങികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കാണോ? അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എന്തെല്ലാം മോശകരമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് അറിയോ ഇവരുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്? എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ഇവർ മെനയുന്നത്? അത് കൃത്യമായി ഗൂഢാലോചനയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൈബർ വക്താക്കൾ കൃത്യമായി ഗൂഢാലോചന നടത്തുകയാണ്. ആ ഗൂഢാലോചനയുടെ പരമായിട്ടാണ് ഈ പ്രവർത്തികൾ മുഴുവൻ മാധ്യമങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് 100% നിരോധിക്കപ്പെടേണ്ടതാണ്. അത് 100% എതിർക്കേണ്ടതാണ്. 100% അത് കേസുമായി മുന്നോട്ട് പോകേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാം, ഞങ്ങൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും പ്രവർത്തിച്ചത്
ജനങ്ങളോട് ഞങ്ങൾ കാര്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്ര കാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്തു. ഹരിയാനയിൽ 10 വർഷം ഭരിച്ച കാര്യങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്തു. ജമ്മു കാശ്മീരിൻ്റെ മേഖലകളിൽ വികസനം എത്തിക്കേണ്ട ബാധ്യതയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തി. ഒപ്പം തന്നെ ജമ്മു കാശ്മീർ എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിൻ്റെ കൃത്യമായിട്ടുള്ള വികസന ഭൂരേഖകളിൽ കൃത്യമായി വരേണ്ടതാണെന്നും വികസനത്തിൻ്റെ പാതയിലേക്ക് ജമ്മു കാശ്മീർ വളർന്നു വരേണ്ടതാണെന്നും ലോകരാജ്യങ്ങൾ പോലും ഏറ്റവും നോക്കിക്കാണുന്ന ഒരു വലിയ നല്ലൊരു സ്ഥലമായിട്ട് ജമ്മു കാശ്മീരിനെ ഉയർത്തണമെന്നും ഇന്ത്യയുടെ എല്ലാ വികസനവും എത്തിപ്പെടേണ്ട ഒരു നാടാണ് അത് എന്നുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ സീറ്റ് ഷെയറും വോട്ട് ഷെയറും അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ ഞങ്ങളോട് വർഗീയവാദം ഉയർത്തിക്കൊണ്ട് ഇവർ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഭാവിയിൽ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൃത്യമായ പിക്ചർ വരും. ആ പിക്ചർ വരുന്ന സമയത്ത് മറ്റൊരു സമയത്ത് ബാക്കി നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം.